ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. കാനഡയിൽ മോളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നെടുത്ത വീഡിയോയാണ്. ഇത് സാൽമൺ ഫിഷാണ്. ഇതേപോലെ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സാൽമൺ ഫിഷ്. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്രെയിനിൻ്റെ ഹെൽത്തിനും omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. ഈ ഫിഷ് കഴിക്കുമ്പോൾ omega-3 ഫാറ്റി ആസിഡ് ലഭിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മുടെ നാട്ടിൽ ലുലു മാളിൽ ഈ ഫിഷ് കിട്ടും. ഇവിടെ ഈ മീനിന് വില കൂടുതലാണ്. ഇതിൻ്റെ പുറത്തുള്ള ചെതുമ്പലെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഫ്രീസറിൽ വച്ചേക്കുമ്പോൾ കേടാവാതെ ഇരിക്കും. അവിടുത്തെ എല്ലാ മീനിൻ്റെയും വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് അവർ ഫ്രീസറിൽ വച്ചേക്കുന്നത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ ചെതുമ്പലെല്ലാം എടുത്ത് കളയാം. ഇതിൻ്റെ തൊലി എടുക്കേണ്ട ആവശ്യമില്ല. തൊലി എടുക്കാതെ തന്നെ നമുക്ക് കറിയും വയ്ക്കാം, ഫ്രൈയും ചെയ്യാം. തൊലി എടുക്കാതെ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ചെതുമ്പിലെടുത്ത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി ഇതിൻ്റെ കളയേണ്ട ഭാഗങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. എൻ്റെ മോളാണ് ഇത് കട്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇത്ര വലിയ മീനൊന്നും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇതിന് കുറച്ച് ഫ്രൈ ചെയ്യാനും ബാക്കി കറി വയ്ക്കാനുമാണ് എടുക്കുന്നത്. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കാം. മീൻ കഴുകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴുകിയാൽ വേഗം മീൻ വൃത്തിയാകും. മീൻ കഴുകിയതിന് ശേഷം സിങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കഴുകിയാൽ മീനിൻ്റെ സ്മെല്ലൊന്നും കാണില്ല. സിങ്ക് നല്ലതുപോലെ ക്ലീനാകും. ഇവിടെ വിൻ്ററിൻ്റെ സമയത്തെല്ലാം പൈപ്പിൽ തണുത്ത വെള്ളമായിരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളവും കാണും, തണുത്ത വെള്ളവും കാണും. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് തുറക്കണം. ഞാൻ ഇത്രയും ഫിഷ് കറി വയ്ക്കാൻ എടുത്തു. ഒരു 10-12 ചെറിയ ഉള്ളി എടുത്ത് ഇതേപോലെ വട്ടത്തിലരിഞ്ഞു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ച് വച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഫിഷിൽ ചേർക്കാം. 4-5 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് കുതിരാൻ വച്ചിരുന്നു. അതും കൂടി ഇതിലോട്ട് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി കുറച്ച് യോജിപ്പിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഫിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ഇടാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കടുക് പൊട്ടിയതിന് ശേഷം കരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം. ഇനി ഇതിലോട്ട് ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. സവാള കളർ മാറി തുടങ്ങുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ ചേർക്കും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ചേർക്കാം. ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുമ്പോൾ 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ടൊമാറ്റോ ചേർക്കാം. 1 ടൊമാറ്റോയാണ് ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. ഞാനിതിൽ 2 സ്പൂൺ ഉപ്പാണ് ചേർത്തത്. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അത് കണക്കാക്കി ചേർക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഫിഷ് ഇടാം. ഈ മീൻ ഇതേപോലെ കറി വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ളത്. എല്ലാ പീസും ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. കണ്ടില്ലേ, നെയ്യെല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കുറുകിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. പീസെല്ലാം ഇട്ടതിന് ശേഷം അതിലുള്ള വെള്ളം അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലാണ് പുളിയെല്ലാം ഇട്ടിട്ടുള്ളത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർത്തില്ല. ഉപ്പുണ്ടാന്ന് നോക്കിയതിന് ശേഷം കറക്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് തിളപ്പിച്ചപ്പോൾ കുറച്ചുകൂടി കറി കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റിനുണ്ട്. 2-3 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി കളർ വരും. കണ്ടില്ലേ, ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള നല്ലൊരു ഫിഷാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ മീനിൻ്റെ പകുതി ഫ്രൈ ചെയ്യാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.